ഞാൻ തമ്പനയില് പറഞ്ഞ പോലെ നമ്മള് കൃഷി ചെയ്യണത് പ്രത്യേകിച്ചിട്ട് നമ്മള് വീടിന്റെ ടെറസിന്റെ മേലൊക്കെ കൃഷി ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരിക്കലും ഗ്രോ ബാഗിലോ ചട്ടിയിലോ കൃഷി ചെയ്യരുത്. കാരണം നമ്മൾ കൃഷി ചെയ്യുന്ന ഈ തൈ, ഏത് പച്ചക്കറിയുടെ തൈ ആണെങ്കിലും എത്ര ഗുണമേന്മയുള്ള തൈ ആണെങ്കിലും എങ്ങനെ വളർന്നു കൊടുത്തിട്ടും എന്ത് ചെയ്തിട്ടും നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു വിളവിൽക്ക് അത് എത്തില്ല. കാരണം നമ്മൾ ഈ നടാന് ഉപയോഗിക്കുന്ന ഈ വളം സാധനമൊക്കെ ഇട്ട് കൊടുക്കുന്ന ഈ ഗ്രോ ബാഗ് നമ്മൾ ഉദ്ദേശിക്കുന്ന ഫലം ചെയ്യില്ല. കാരണം ഗ്രോ ബാഗിന്റെ ഉള്ളിലുള്ള മണ്ണിൽക്ക് ഓക്സിജന്റെ അളവ് കുറവായതുകൊണ്ട് ചെടിയുടെ ചെറിയ ചെറിയ വേരുകളൊക്കെ ചീഞ്ഞു പോയി പെട്ടെന്ന് തന്നെ ചെടി വാടി തളർന്ന് അത് നശിച്ചു പോവാണ് ചെയ്യാറ്. ഇത് കണ്ട, ഇത് ഫുള്ള് ചട്ടിയാണ്. ഞാൻ ആദ്യം ഈ കുക്കുംബർ കൃഷി ചെയ്തത് ഈ ചട്ടിയിലാണ് ഞാൻ അത് കൃഷി ചെയ്തത്. ഈ ചട്ടിയിൽ കൃഷി ചെയ്തിട്ട് ഈ ചട്ടിക്കുള്ളൊരു പ്രശ്നം കണ്ട, ഈ അടിയിലുള്ള ഈ 3 ഹോള് മാത്രമേ ഉള്ളൂ. ഇതിന്റെ ഉള്ളിലാണ് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കോൺക്രീറ്റിന്റെ ചൂടും ഈ ചട്ടി വെയിൽ കൊണ്ടിട്ട് ചൂടാവണതും, എന്നിട്ട് ഇതിന്റെ ഉള്ളിൽ ഈ മണ്ണ് ഭയങ്കര ഹ്യൂമിഡിറ്റി ആവുക. ആ ഹ്യൂമിഡിറ്റിയിലാണ് ഈ കുക്കുംബർ പോലുള്ള സാധനത്തിനൊക്കെ ചെറിയ ചെറിയ വേരുകളാണ് ഈ വെള്ളം ഇതൊക്കെ വലിച്ചെടുക്കാൻ. അത് മുഴുവൻ അതിന്റെ ഉള്ളിൽ കിടന്ന് ഈ ഹ്യൂമിഡിറ്റിയിൽ കിടന്ന് ചീഞ്ഞ് ഫുള്ള് നശിച്ച് പെട്ടെന്ന് തന്നെ ആ കുക്കുംബറിന്റെ ആയാലും എന്തിന്റെ ആയാലും തൈ നശിച്ചു പോവാണ് ചെയ്യുക. എന്താന്ന് പാടത്തേക്ക് എന്തിനാ പോണ്? എന്തിനാന്ന് പറയേ? എന്ത് കളിക്കാൻ? സമൂസി പരിപ്പ് വട തിന്നാനാ? ഷേഡ് നെറ്റ് കൊണ്ട് ഉണ്ടാക്കിയ ഒരു ബാഗാണ്. അതിലാണ് ഇപ്പൊ ഈ കുക്കുംബർ കൃഷി ചെയ്തിട്ടുള്ളത്. ഇതിന്റെ ഈ ഇലയുടെ ഈ പച്ചപ്പും ഈ സാധനങ്ങളൊക്കെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിന്റെ ഈ സാധനത്തിന്റെ ഗുണം എന്താണെന്നുള്ളത്. അതുപോലെ ഇത് ഷെയ്ഡ് നെറ്റിലല്ല, ഇത് കൃഷി ചെയ്തിട്ടുള്ളത് നമ്മളുടെ സാധാ സിമെന്റ് ചാക്കിലാണ് ഈ സാധനം കൃഷി ചെയ്തിട്ടുള്ളത്. ഇതും കുക്കുംബർ തന്നെയാണ്, നമ്മളെ നാടൻ കുക്കുംബർ അല്ല. ഇത് കിയാറ് കണ്ട, അതിന്റെ കായകള് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്, നിറച്ച് പൂവിട്ടുണ്ട് പെട്ടെന്ന് തന്നെ. ഇതൊക്കെ കണ്ട, നല്ല ഗ്രോത്തിലാണ് ഈ സാധനങ്ങൾ നിൽക്കുന്നത്. ഇതാണ് ഞാൻ പറഞ്ഞ ഷെയ്ഡ് നെറ്റ് എന്ന് പറയുന്ന സാധനം. ഇതുകൊണ്ടാണ് ഇപ്പൊ ഞാന് പച്ചക്കറി കുഴിച്ചിടാനുള്ള ആ ഒരു ബാഗ് ഉണ്ടാക്കണത്. ഈ സാധനത്തിന് അത്യാവശ്യം ക്വാളിറ്റി ഉള്ള ഒരു സാധനമാണ്. ഈ സാധനത്തിന് കടയില് വില 1.5 മീറ്റർ വീതിയും 1 മീറ്റർ നീളവും ഉള്ള ഒരു കഷ്ണം നമുക്ക് കടയിൽ നിന്ന് മേടിക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏകദേശം 70 രൂപയാണ് വില വരുന്നത്. അങ്ങനെ നമ്മളൊരു 5 മീറ്റർ ഈ സാധനം മേടിക്കുകയാണെങ്കിൽ നമുക്ക് അതിൽ നിന്ന് 10 ബാഗ് ഉണ്ടാക്കാം. അത് ഉണ്ടാക്കേണ്ട രീതി ഇതുപോലെ കഷ്ണം മുറിക്കുക. ഈ കഷ്ണത്തിന്റെ നീളം 43 സെന്റിമീറ്ററും ഇങ്ങനെയുള്ള വീതി 18 സെന്റിമീറ്ററുമാണ്. എന്നിട്ട് ആദ്യം നമ്മൾ ഈ സാധനം അതുപോലെ അടിയിലുള്ള ഈ ഭാഗത്തിന് ഇതേപോലെ ഈ 43 സെന്റിമീറ്ററിന്റെ ചുറ്റളവില് ഒരു റൗണ്ട് ഇത് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ ആദ്യം ഇതിന്റെ ചെയ്യേണ്ട രീതി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സാധനം ഇങ്ങനെ എടുക്കുക, ഇതിന്റെ ഒരു തല ഇവിടെ വെക്കുക, ഇങ്ങനെ പിടിച്ചിട്ട് നമ്മൾ ഇങ്ങനെ പിടിച്ചിട്ട് ചാക്ക് തുന്നണ സൂചിയും അതുപോലെ നമ്മൾ ഈ വീടിന്റെ പണിക്കൊക്കെ ഈ തേപ്പിനൊക്കെ വരുന്ന ആൾക്കാര് അവര് അളവിനൊക്കെ കെട്ടുന്ന ഒരു ചരടുണ്ട് പ്ലാസ്റ്റിക്കിന്റെ. ആ ഒരു റോളിന് 10 രൂപയുടെ വില. ആ ഒരു റോളും ഉണ്ടെങ്കിൽ സുഖമായിട്ട് ഇത് തുന്നിയെടുക്കാം. അതിങ്ങനെ കറക്റ്റായിട്ട് തന്നെ വളച്ച് തുന്നി അതിനുശേഷം എന്താ ഇതാണ് അതിന്റെ കറക്റ്റ് ഇതേപോലെ തുന്നിയെടുത്ത് കണ്ട, ഈ അടിഭാഗമൊക്കെ തുന്നി എടുത്തു കഴിഞ്ഞിട്ട് ഉണ്ടെങ്കിൽ നല്ല ബാഗായി സാധനം. എന്നിട്ട്
ഇതേപോലെ മറിക്കുക. മറിച്ചെടുത്തതിന് ശേഷം ഉണ്ടാ അടിപൊളി ബാഗാണ്. എന്ത് വേണേലും കൃഷി ചെയ്യാം. സാധനത്തില് എന്ത് വേണേലും കൃഷി ചെയ്യാം. ഹോളുകൾ ഇങ്ങനെ ചെറിയ ചെറിയ ഇതുള്ളത് കൊണ്ട് ഇതിന്റെ ഉള്ളിലേക്ക് ഓക്സിജന്റെ അളവ് വളരെ അധികം കിട്ടും. അപ്പോ നമ്മൾ കുഴിച്ചിട്ടുള്ള പച്ചക്കറി ഏറ്റവും ടോപ്പ് ലെവലിലാണ് ഉണ്ടാവുക. എടുത്ത ഇങ്ങോട്ട് എടുക്ക. പോലെ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ബാഗാണ്. നമ്മുടെ എന്താ പറയാ, ഷെയ്ഡ് നെറ്റ് കൊണ്ട് ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ബാഗാണ്. ഇതില് കൃഷി ചെയ്തിട്ടുള്ളത് ഇപ്പോ ഈ ചോളല്ലേ, ഈ സാധനത്തിൽ കണ്ട. ഇത് നമ്മളിവിടെ തൊടുമ്പോ തന്നെ അറിയാം. ഈ സമയം ആയപ്പോഴൊക്കെ ഈ ഉച്ച കഴിഞ്ഞ് ഇത്രയും സമയമായിട്ട് നമ്മളിത് തൊടുമ്പോ തന്നെ അറിയാം ഇത് നല്ല തണുത്തിട്ടായിരിക്കണം. ഇത് അതേപോലെ ഇതില് വിരല് നമ്മൾ ഇതാക്കുകയാണെങ്കിലും മണ്ണ് ഒരു ചൂടോ ഒന്നുമില്ല. നമ്മൾ ഒരിക്കലും ഗ്രോ ബാഗിലോ അതുപോലെ ചട്ടിയിലോ ടെറസിന്റെ മുകളില്, പ്രത്യേകിച്ച് ടെറസിന്റെ മുകളിൽ കൃഷി ചെയ്യുന്ന ആൾക്കാർ ഒരിക്കലും ഇങ്ങനെയുള്ള ഇതില് കൃഷി ചെയ്യാതിരിക്കുക. അത് പരാജയപ്പെടും എന്നുള്ളത് 100% ഉറപ്പാണ്. നിന്നാ ഇങ്ങോട്ട് വായോ. എന്താന്നാ ഇതെന്താ എന്നോട് പറഞ്ഞത്? പുല്ല. ഇത് ചീരയാണ്, പുല്ലല്ലട്ടാ. പുല്ല് എന്ന് പറഞ്ഞാ ഇതേ ഷെയ്ഡ് നെറ്റ് കൊണ്ട് ഉണ്ടാക്കിയ ഗ്രോ ബാഗാണ് ഈ സാധനം. എന്ത് രസാച്ചിട്ടാ കാണാൻ. സാധാരണ നമ്മളെ സിമെന്റ് ചാക്കിലോ അല്ലെങ്കിൽ ചട്ടിയിലോ പിന്നെ ഗ്രോ ബാഗിലൊക്കെ ഇരിക്കണേക്കാളും സൂപ്പറായിട്ട് മണ്ണ് നിറക്കും ചെയ്യാ, വളമിട്ട് കൊടുക്കും ചെയ്യാ, എല്ലാം ചെയ്യാ. ഇത് മുളക് വെച്ചതാണ് ഇതില്.